വെൽക്കം ബാക്ക് ടു AR സവണർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂരാട് മുതൽ പയ്യോളി പറ്റുമെങ്കിൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്തത്. അപ്പോൾ മൂരാട് ഭാഗത്തിലൊക്കെ ഓയിൽ മില്ല് അതേപോലെ മാങ്ങൂൽപ്പാറ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ട് അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തൊക്കെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ചെയ്യുക. അതിലൊരു പിശുക്കത്തരവും കാണിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അതേപോലെ തന്നെ അത്യാവശ്യം നമ്മളെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ പ്രൊമോഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് അത്ര നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇനാഗുറേഷൻ പ്രൊമോഷൻ ആഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്പർ വേണം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം, ജീവിച്ച് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതുകൂടി പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പം നമ്മളിന്ന് ദേശീയപാതയുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പയ്യോളി ഭാഗത്തു നിന്നാണ്. പയ്യോളി നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. റൈറ്റ് സൈഡിൽ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഏതാണ്ടൊക്കെ ഉയർത്തി. അതേപോലെ തന്നെ സർവീസ് റോഡ്, രണ്ട് സൈഡിലെയും സർവീസ് റോഡ് നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിരുന്നു. അതൊക്കെ ഇരു സൈഡിലും ഇപ്പോൾ താറ് ചെയ്ത് അത്യാവശ്യം സഞ്ചാര യോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്രോച്ച് റോഡാണ്. പയ്യോളി ടൗൺ കഴിഞ്ഞ് വടകരയിൽ നിന്ന് വരുമ്പോൾ പയ്യോളി ടൗൺ കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് ഏതാണ്ടൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത്. അതേപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു. ഈ അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വർക്കും അതേപോലെ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ താറിങ് ചെയ്യാനുള്ള ഒരു വർക്കുമാണ് നടക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പയ്യോളി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നേരെ ഐനിക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടൻ തന്നെയുള്ള ഭാഗത്ത് ഈ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മുഴുവൻ മണ്ണ് അടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളാണ് സ്ഥാപിക്കാനുള്ളത്. ഓൾറെഡി ലെവൽ ചെയ്ത ഫ്രിക്ഷൻ വാളുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ വരുന്ന ആഴ്ച തന്നെ ഈ ഭാഗത്ത് ഫ്രിക്ഷൻ വാളുകളും സ്ഥാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ ഏതാണ്ടൊക്കെ അടിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ തീർത്ത ബാറാണ്. തീർത്ത ബാറിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡ് നല്ല ട്രാഫിക് ബ്ലോക്കാണ്. പ്രധാനമായിട്ടും നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ സർവീസ് റോഡ്, അതായത് തീർത്ത ബാറിൻ്റെയും അതോടൊപ്പം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ എപ്പോഴും നല്ല ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കൊക്കെ നമ്മൾ ഈ അപ്രോച്ച് റോഡിൻ്റെയും ഫ്ലൈ ഓവറിൻ്റെയും വർക്ക് കഴിയുന്നതോടുകൂടി അവസാനിക്കും. അതിനിടയിൽ ഒരു ബസ്സുകാരൻ വരുന്നുണ്ട്. ഇയാൾക്ക് ഈ ബ്ലോക്കൊന്നും ബാധകമല്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ചുരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല മാറ്റവും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഐനിക്കാട് പള്ളി 24 മൈൽ ആ ഭാഗത്തുള്ള ഒരു വലിയൊരു ഖബർസ്ഥാനുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഭാഗത്തൊക്കെ നേരത്തെ സർവീസ് റോഡൊക്കെ പൊളിഞ്ഞു കിടക്കായിരുന്നു. ആ സർവീസ് റോഡ് ഭാഗത്തൊക്കെ താർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 6 വരിയിലൊക്കെ പല ഭാഗങ്ങളും താർ ചെയ്ത് ഇവിടെയുള്ള ഫ്രിക്ഷൻ വാളുകൾ, ഒരുപാട് ഫ്രിക്ഷൻ വാളുകൾ ഇതൊക്കെ അടുത്ത് തന്നെ മാറ്റിയിട്ട് നമ്മൾ ഈ പയ്യോളിയിലെ ഇപ്പം വർക്ക് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നീട്ടും. ഇവിടെയൊക്കെ നേരത്തെ പള്ളിയോട് ചേർന്നുള്ള ഭാഗമൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമൊക്കെ പൊളിഞ്ഞു കിടക്കായിരുന്നു. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ പൊട്ടിക്കിടക്കായിരുന്നു. അതൊക്കെ മാറ്റി. അതേപോലെ ഇവിടെ ഒരു HP പെട്രോൾ പമ്പ് ഉണ്ട്. HP പെട്രോൾ പമ്പ് സർവീസ് റോഡിൻ്റെ മുകളിലാണ് HP പെട്രോൾ പമ്പിൻ്റെ റൂഫ് കിടക്കുന്നത്. അതും മാറ്റേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഒരു കൾവേർട്ട് ഉണ്ട്. ആ കൾവേർട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇരുമ്പ് വരി വെച്ചിരുന്നത് ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ കൾവേർട്ടിൻ്റെ പണിയും പൂർത്തിയാവുന്നതോടുകൂടി നമ്മൾ പയ്യോളി ഭാഗം വരെ ഏകദേശം ക്ലിയർ ആവും. പയ്യോളി ഭാഗത്തുള്ള ആ ഒരു ഫ്ലൈ ഓവർ കൂടി വർക്ക് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഐനിക്കാട് ഭാഗത്തേക്ക് പോകണം. ഇതൊക്കെ റീസെൻ്റ്ലി താറിയതാണ്. താറ് ചെയ്ത് അതേപോലെ തന്നെ നമ്മളെ സൈഡ്, അതായത് നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പെയിന്റിങ് വർക്കും ഈ പ്രദേശത്ത്. അടുത്ത നമ്മൾ ഐനിക്കാട് പള്ളിയുടെ ഭാഗത്താണ്. ഐനിക്കാട് പള്ളിയുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള വർക്കിന്റെ മാറ്റങ്ങൾ. ഐനിക്കാട് പള്ളി എത്തുന്നതിന് തൊട്ട് മുന്നുള്ള പ്രദേശം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ 6 വരിയുടെയും താറയും കഴിഞ്ഞ് ഇപ്പം പുതിയ ആ ഒരു 6 വരിയിലെ 3 വരിയിലൂടെയാണ് നമ്മുടെ വടകര ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പയ്യോളി ഭാഗത്തേക്ക് നിലവിലുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ 2 ഭാഗത്തുള്ള വാഹനങ്ങളെയും ഇതിലേക്ക് വൈതിരിച്ച് വിടാൻ കഴിയും. അതേപോലെ തന്നെ ഐനിക്കാട് പള്ളിയുടെ തൊട്ട് മുന്നേയുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ പള്ളിയുടെ തൊട്ട് മുന്നേ ഇവിടെയും ഒരു കൾവേർട്ട് ഉണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തും ഈ രീതിയിൽ ഒരു
ഒഴിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ 3 വരിയുടെ ടാർ ചെയ്തിട്ടുള്ള അടുത്ത 3 വരിയുടെ ഭാഗത്ത് ടാർ ചെയ്യാനുള്ള വർക്കുണ്ട്. ഇവിടെ കണ്ട കൾവേർട്ടിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഇനി മണ്ണൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ടാർ ചെയ്യാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ആ കൾവേർട്ട് നിർമ്മിക്കുന്ന ഭാഗമായിട്ട് അവിടുന്ന് മണ്ണ് ഇങ്ങോട്ടേക്ക് നീക്കം ചെയ്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നേരെ അയിനിക്കാട് പള്ളിയുടെ ഭാഗത്തെത്തി. അയിനിക്കാട് പള്ളിയുടെ ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്. നേരത്തെ ഇവിടെ അണ്ടർ പാസേജ് ഇല്ലായിരുന്നു. സമരം ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ലഭിച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ ടാർ ചെയ്ത ഭാഗമായിരുന്നു. ആ ടാർ ചെയ്ത ഭാഗം വീണ്ടും പൊളിച്ചിട്ട് മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷമാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പം അപ്രോച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് നമ്മൾ എക്സ്പാൻഡഡ് ബീമുകൾ ഉണ്ടായിരുന്നു. ആ എക്സ്പാൻഡഡ് ബീമുകൾ അല്ലെങ്കിൽ ഗേഡറുകൾ എന്ന് നമ്മൾ പറയും. ഗേഡർ ഇതിൻ്റെ വേറെന്തോ ശാസ്ത്രീയ പേര് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറയുന്നത് കിട്ടും. അത് ഒന്നുകൂടി കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ആ എക്സ്പാൻഡഡ് ബീം അല്ലെങ്കിൽ ഗേഡറുകളൊക്കെ നേരത്തെ പയ്യോളി ഭാഗത്തേക്ക് ഒരുപാട് ഗേഡർ ഉണ്ട്. അതൊക്കെ പയ്യോളി ഭാഗത്തുള്ള കംപ്ലീറ്റ് ഗേഡറുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് കാണുന്ന ഗേഡറുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ വടകര ഭാഗത്തേക്ക്, വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഗേഡറുകളാണ്. ഇതിപ്പോൾ ഇന്ന്, അതായത് 26 ഡിസംബറിൽ ഇന്ന് വടകര ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെ വാഹനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് പുള്ളർ മെഷീന്, അതേപോലെ അതിൻ്റെ ആക്സിൽ, അതേപോലെ തന്നെ ക്രെയിന് തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് തന്നെ ഇവിടുന്ന് നമ്മളെ ഈ ഗേഡറുകൾ ഇവിടുന്ന് മൂവ് ചെയ്യും എന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ കാഴ്ച. അതിനിടയിൽ ക്രെയിനൊക്കെ വരുന്നുണ്ട്. ക്രെയിനിൻ്റെ ജസ്റ്റ് ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ വടകരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗേഡർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന ട്രെയിനാണ് ട്രെയിൻ. ഇനി ഇവിടുന്ന് നമ്മൾ ഈ എക്സ്പാൻഡഡ് ബീമുകൾ എടുത്ത് വടകരയ്ക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് നമ്മുടെ ദേശീയപാതയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സർവീസ് റോഡിലൂടെ ഒക്കെ വാഹനം തീർച്ചയായിട്ടും ഈ ക്രെയിന്, ഈ പുള്ളർ മെഷീനൊക്കെ സർവീസ് റോഡിലൂടെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ നിലവിലുള്ള 6 വരിയിലൂടെ, ഇപ്പോൾ വർക്ക് നടക്കുന്ന 6 വരിയിലൂടെ പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മളെ ടാർ ചെയ്തിട്ടുള്ള 6 വരി പാതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ടാർ ചെയ്ത 6 വരിയുടെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ എക്സ്പാൻഡഡ് ബീമുകൾ അല്ലെങ്കിൽ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പഴയ ആ ഒരു 6 വരി വർക്ക് കഴിഞ്ഞ 6 വരി വീണ്ടും ഒന്ന് വൃത്തിയാക്കി വെടുപ്പാക്കി ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു ഇതാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലാണുള്ളത്. 6 വരിയുടെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതായിരുന്നു. അതിൻ്റെ ഈ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് ആയിരുന്നു ചിലയിടങ്ങളിൽ നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ആ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് നടക്കാൻ ബാക്കിയുള്ള വർക്കായിരുന്നു കാര്യമായിട്ട് ഈ ഒരു 6 വരി ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ വാഗാടിന് വടകര പ്രദേശത്ത് നമ്മൾ ഈ എക്സ്പാൻഡഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇവിടുന്നൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഇനി ഇവിടുന്ന് വടകരയ്ക്ക് എത്തിക്കുക എന്ന് പറയുന്നതും വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വർക്കൊക്കെ ഏതാണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഇവിടെ ഇതിനു മുന്നേ എക്സ്പാൻഡഡ് ബീമുകൾ പൊട്ടിയതും വിള്ളലും വന്ന എക്സ്പാൻഡഡ് ബീമുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ന്യൂസിലൊക്കെ വന്നിരുന്നു. അതൊക്കെ ഇപ്പം ഇടിച്ച് പൊളിച്ച് നിരത്തി അതൊരു വേസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫില്ല് ചെയ്യാനുള്ള പ്രദേശത്തേക്ക് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് പൊടിയാക്കി കോൺക്രീറ്റ് പൊടിയാക്കി മാറ്റി ആ പില്ലർ അത്തരത്തിലുള്ള എക്സ്പാൻഡഡ് ബീമുകൾ ക്രാഷ് ചെയ്ത് ഒഴിവാക്കിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഇരിങ്ങൽ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതായത് ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞു. നേരത്തെ ഇവിടെയും വർക്ക് കഴിഞ്ഞതായിരുന്നു. അണ്ടർ പാസേജിന് വേണ്ടി ആളുകൾ സമരം നടത്തി. ഒരുപാട് കാലത്തെ സമരത്തിന് ശേഷമാണ് ഒടുവിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് കൊടുത്തത്. ആ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് ഇവിടെ. അങ്ങനെ നമ്മളെ ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കഴിഞ്ഞ് നേരെ നമ്മൾ മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് നീങ്ങിയാണ്. ഈ മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ കുറേ മണ്ണുകളൊക്കെ കൂട്ടിയിട്ട് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മളെ ഈ നേരത്തെ കാണിച്ച ഇരിങ്ങൽ ഭാഗത്ത് ആ ഒരു അണ്ടർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് മണ്ണൊക്കെ ഇടിച്ച് പൊളിച്ച് മാറ്റി. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ എക്സ്പാൻഡഡ് ബീം, ആ ബീമുകളൊക്കെ പൊട്ടിച്ച് ഇവിടെ വേസ്റ്റാക്കി കൂട്ടിയിട്ടതും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇവിടെ നല്ല കയറ്റമുള്ളൊരു പ്രദേശമാണ്.
നേരത്തെ ദേശീയപാതയിൽ ചെങ്കുത്തായ കയറ്റമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയും വർക്ക് കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട്. അവിടെയും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗം വരെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തും വർക്ക് നല്ല രീതിയിൽ പെൻഡിങ് ഉണ്ട്. ഈ ഒരു ഇരിങ്ങൽ പാറയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഈ ഒരു പ്രദേശം നല്ലൊരു കയറ്റമുള്ളൊരു പ്രദേശമാണ്. വാഗാട് നേരത്തെ ഇവിടുന്ന് മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ട് കയറ്റം ഈ ഒരു ചെങ്കുത്തായ കയറ്റം പരമാവധി കുറച്ച് താഴ്ത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കുറച്ച് മണ്ണെടുത്തപ്പോഴാണ് അടിയിൽ നല്ല കൂറ്റൻ പാറകളാണെന്ന് വാഗാട് തിരിച്ചറിയുകയും ഒടുവിൽ ആ മണ്ണ് എടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിട്ടുകൊണ്ട് ആ ഉയർന്ന രീതി പഴയതുപോലെ തന്നെ എന്നാൽ പിന്നെ പഴയതുപോലെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് എടുത്താണ്. ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് പ്രദേശത്ത് ബാക്കിയുണ്ട്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡ് നമ്മൾ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലയിലേക്ക് പോകേണ്ട ആളുകൾ, നമ്മൾ കൊയിലാണ്ടി പയ്യോളി ഭാഗം നിന്നൊക്കെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലയിലേക്ക് പോകേണ്ട ആൾ ഈ സർവീസ് റോഡിലൂടെ ഇറങ്ങി പോകണം. നമ്മൾ ഈ ഒരു 6 വരിയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂരാട് പാലം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ കറങ്ങി വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ സർവീസ് റോഡിലൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നേരെ ക്രാഫ്റ്റ് വില്ല, കോട്ടക്കൽ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയും. അവിടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലിൻ്റെ ഒരു ബോർഡും നമുക്കിവിടെ വെച്ചാൽ കാണാൻ സാധിക്കും. ഈ ഒരു അണ്ടർ പാസേജ് നമ്മുടെ യോയിൽ മില്ലിൽ ഈ ഒരു അണ്ടർ പാസേജ് ഇപ്പം വർക്ക് കഴിഞ്ഞു. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് ഇതിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പം വടകര ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സർവീസ് റോഡിലൂടെയുള്ള വാഹനങ്ങളാണ് പയ്യോളി ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെയും നേരത്തെ പയ്യോളിയിൽ കണ്ടതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഈ ഒരു ഭാഗത്ത് റോഡ് അങ്ങേയറ്റം മോശമാണ്. റോഡ് ഡൈവേർഷൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ സർവീസ് റോഡിൻ്റെ ഡൈവേർഷൻ ചെയ്യുന്ന ഭാഗത്തെങ്കിലും താറ് ചെയ്ത് കൊടുക്കുക എന്നത് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മടിയുള്ള കാര്യമാണ്. ഇത്രയും വാഹനങ്ങൾ വെറുതെ കിടന്ന് ട്രാഫിക് ബ്ലോക്ക് കിടക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പലയിടത്തും അത് തന്നെയാണ് സ്ഥിതി. നമ്മൾ കോട്ടക്കടവ് ഈ ഒരു ഭാഗത്തും അതേ കോട്ടക്കടവിൻ്റെ ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്തും ഇതേ രീതിയിൽ റോഡ് ഡൈവേർട്ട് ആകുന്നുണ്ട്. അണ്ടർ പാസേജിൻ്റെ താഴെ വാഹനങ്ങൾ പോകാൻ അവിടെയും ഇതേ രീതിയിൽ തന്നെ കുറച്ച് കോറി വേസ്റ്റൊക്കെ അടിച്ച് ഒന്ന് താൽക്കാലികം ഒന്ന് ആളെ പറ്റിക്കുന്ന രീതിയിൽ ഡൈവേർട്ട് ചെയ്ത ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൂരാട് പാലം പഴയ മൂരാട് പാലമൊക്കെ നേരത്തെ വാഹനങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുള്ള ആ ഒരു പ്രദേശം ഇപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ലാത്ത രീതിയിൽ വിശാലമായി വിജനമായി കിടക്കുകയാണ്. വാഹനങ്ങളൊക്കെ 6 വരിയിലൂടെയും പറന്നു പോവാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ പഴയ മൂരാട് പാലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പഴയ മൂരാട് പാലം ഇപ്പോൾ ആളുകൾ മത്സ്യബന്ധനത്തിന് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് വാഹനങ്ങളൊന്നും ആ ഒരു ഭാഗത്തൂടെ പാസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ മൂരാട് പാലം കഴിഞ്ഞ് നമ്മളെ ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ആ ഒരു പ്രദേശമാണ്. ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ഇവിടെയൊക്കെ നല്ല ചെങ്കുത്തായ ഒരു കയറ്റമായിരുന്നു. അതൊക്കെ ഇടിച്ച് നിരത്തി അതിന് ശേഷമുള്ള റോഡാണത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ആ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഹൈറ്റിൽ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണൊക്കെ ഇപ്പോൾ റെയിൽവേയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള മണ്ണുകൾ ഇപ്പോൾ നീക്കം ചെയ്ത് റോഡ് വളരെ വിശാലമായ ഒരു കാഴ്ച. പയ്യോളി മുതൽ മൂരാട് വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ മുഴുവൻ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ മൂരാട് പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തും പുതിയ റെയിൽവേ പാലങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാനും യൂട്യൂബിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടൊക്കെ അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.